ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സൈലൻറ്റ് നൈറ്റ് എന്ന് പറഞ്ഞ മൂവിയാണ്. അപ്പോൾ നേരെ ഡിസ്ക് കാണിക്കാം. ഫസ്റ്റ് ഇതതിൻ്റെ സ്ലിപ്പ് കവറാണ്. അതായത് ഈ കാർഡ് ബോർഡ് ഇങ്ങനെ വരും. ജസ്റ്റ് ഈ ആർട്ട് വർക്ക് തന്നെയാണ് ഒരു ബേസ് ബോർഡ് ഫോമിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് ഡിസ്ക്, ഇതതിൻ്റെ ബാക്ക് സൈഡ്. റീജിയൺ എ ആണ് ഡിസ്ക് വരുന്നത്. അതായത് യു എസ് നിന്ന് മേടിക്കുമ്പോൾ ഇവിടുത്തെ പ്ലെയേഴ്സിൽ മാത്രമേ വർക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് യു എസിൻ്റെ പ്ലെയർ വേണ്ടി വരും. ഇതാണ് ഡിസ്കിൻ്റെ ഇമേജ്. ഇതിൽ തന്നെ ഡോൾബി അറ്റ്മോസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും, ഇപ്പോൾ ബ്ലൂറേ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും 4Kയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന ഓഡിയോ ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4Kയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതിന് 4K റെഗുലർ എഡിഷൻ വന്നിട്ടില്ല, സ്റ്റീൽ ബുക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഏകദേശം വാൾമാർട്ടിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റീൽ ബുക്കായിരുന്നു. അപ്പോൾ അതിപ്പോൾ എന്തായാലും സ്റ്റോക്ക് ഔട്ടായിട്ട് കാണും. പിന്നെ ഈ മൂവിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. പുള്ളി മെയിനായിട്ട് ആക്ഷൻ മൂവീസ് മാത്രമാണ് ചെയ്യുന്നത്. പുള്ളി ഡയറക്റ്റ് ചെയ്തൊരു മൂവിയാണ്. പുള്ളി ഡയറക്റ്റ് ചെയ്ത ഒരു മൂവീസ് എല്ലാം നല്ല ക്രിട്ടിക്കലി നല്ല റെക്കഗ്നിഷൻ വന്ന ഐറ്റംസാണ്. പക്ഷേ ഈ മൂവിയെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ഇത് ബേസിക്കലി ഒരു റിവെഞ്ച് ഫിലിമാണ്. ജോയൽ എന്ന് പറഞ്ഞൊരു സ്വീഡിഷ് അമേരിക്കൻ ആക്ടറുണ്ട്. പുള്ളിയാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി ബേസിക്കായിട്ട് പറഞ്ഞാൽ ഒരു ക്രിസ്മസ് ഈവിൻ്റെ അന്ന് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റോഡിൽ കൂടെ ഒരു ഷൂട്ട് ഔട്ട് പോകും. അതായത് രണ്ട് ഗാങ്സ്റ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൺ ഷോട്ട്സ് വെച്ച് ഫൈറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന കാണാം. ഇവരിങ്ങനെ അതിശേഷി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ബുള്ളറ്റ് റാൻഡമായിട്ട് വന്നിട്ട് ഈ നായകൻ്റെ കുട്ടിയുടെ ദേഹത്ത് കൊള്ളുവാണ്. പെട്ടെന്ന് തന്നെ കുട്ടി മരിക്കും. അപ്പോൾ ഇത് ചോദിക്കാൻ ചെല്ലുന്ന ആൾക്ക്, അതായത് ഈ നായകന് ചോദിക്കാൻ ചെല്ലുമ്പോഴേക്കും ഒരു വെടിയും കൂടെ കിട്ടും. അത് കഴുത്തിലാണ് കിട്ടുന്നത്. നേരെ ഹോസ്പിറ്റലാകുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്ന ആക്ച്വലി പുള്ളിയുടെ ശബ്ദം പോയി എന്നുള്ള പോലെയാണ്. അപ്പോൾ ഈ പുള്ളിക്ക് എങ്ങനെയാണ് റിവെഞ്ച് ചെയ്യാൻ പറ്റുക? കാരണം ഇത് ഒന്നുമല്ലാതെ ഒരു ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ പുള്ളി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് റിവെഞ്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സ്റ്റോറി. അപ്പോൾ സ്റ്റോറി വൈസ് നോക്കുമ്പോൾ ഇത് ആക്ച്വലി നല്ലൊരു സ്റ്റോറി ആണെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്ന ആക്ച്വലി കുറച്ച് ലാഗും പിന്നെ കുറച്ച് ബോറിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒട്ടും വർക്കായില്ല മൂവി. മെയിനായിട്ട് ഇത് ഒരു ഡ്രാമ സൈഡ് പിടിച്ച്, ഇത് നോർമലി ഇതുപോലത്തെ ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ ആക്ഷൻ ബേസ്ഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് കട്ടൊക്കെ ചെയ്ത് നല്ല എൻഗേജിങ് ആക്കി പോയി. ഇത് ആക്ച്വലി ഒരു ബോറിംഗ് ഫീലാണ് എനിക്ക് വന്നത്. കാരണം ഇത് നല്ല ലാഗുണ്ട്. ഓൾമോസ്റ്റ് ഈ റിവെഞ്ച് തുടങ്ങുന്നതിന് ഏകദേശം 1 മണിക്കൂർ കഴിയും. ഈ പടം 1.5 മണിക്കൂർ 1.25 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഈ പറ്റിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് സ്റ്റാർട്ടിങ് തൊട്ടേ ഡയലോഗ്സ് മിനിമലാണ്, ഭയങ്കരമായിട്ട് കുറവാണ് ഡയലോഗ്സ് എല്ലാം. പക്ഷേ ഈ സട്ടിലായിട്ടുള്ള മ്യൂസിക്സ്, അതായത് ചെറിയ ബിറ്റ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അത്രയും ഒരു പതിഞ്ഞ ഫീലിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ടൈം ഫീൽ ചെയ്ത് ഇങ്ങനെ ഒന്നും എത്തുന്നില്ലല്ലോ എന്നൊരു സംഭവം ഫീൽ ചെയ്യും. പിന്നെ അറ്റ്മോസ് ട്രാക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ വർക്കുകളൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. ഒരു ഓഡിയോ സൈഡ് നോക്കുവാണെങ്കിൽ ശരിക്കും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഇതിലെ ട്രാക്ക് എന്ന് പറയാം. കാരണം ഇത് അവസാനത്തൊരു 20 മിനിറ്റ് കുറച്ച് കാർസ് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നൊരു സീൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഗൺ ഷോട്ട് ഫൈറ്റ് ഉണ്ട്. അത് അവസാനമാണ്, ലാസ്റ്റ് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ പറയാനുള്ളൂ. അപ്പോൾ അത്രയും ചെറിയൊരു ടൈം ലൈനിലെ ട്രാക്കിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഓഡിയോ വൈസ് ഇത് ഒട്ടും റെക്കമെൻഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ വീഡിയോ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി റീജിയൺ 7 ഡിസ്ക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വീഡിയോയ്ക്ക്. സ്ക്രീൻ പ്ലേ അത്ര നല്ലതല്ലെങ്കിലും ഈ ഞാൻ പറഞ്ഞ ഈ ഡിസ്കിൻ്റെ വീഡിയോ പറ്റി മാത്രമാണ്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പം ഈ മൂവി ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഒരിക്കലും ഒരു 4Kയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇത് എക്സ്ക്ലൂസീവ് വാൾമാർട്ടിൻ്റെ വാൾമാർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്റ്റോറാണ്. അവരുടെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സ്റ്റീൽ ബുക്ക് മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഒരിക്കലും അതിനുവേണ്ടി പോകേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ട്രൈ നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ബ്ലൂറേ തന്നെ മോർ ദാൻ എനഫാണ്. കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോയും ഓഡിയോ ആണ്. പക്ഷേ ഓഡിയോ വರ್ತല്ല. നിങ്ങളുടെ സൗണ്ട് സിസ്റ്റം വർക്ക് കൊടുക്കാനോ ഓഡിയോ ഒരു രീതിക്കും വರ್ತല്ല. നിങ്ങളുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ വർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡെമോ മെറ്റലായിട്ട് ആരെങ്കിലും കാണിക്കാനോ അങ്ങനെയൊന്നും ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഡിസ്ക്കാണിത്. മൊത്തത്തിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ US ബേസ്ഡ് ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതലും ഇമ്പോർട്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രൈസ് വരും ഈ കസ്റ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് അല്ലാതെ തേർഡ് പാർട്ടി ആയിട്ട് എവിടെയെങ്കിലും മേടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഓഡിയോ വൈസ് ഒട്ടും റെക്കമെൻഡബിൾ അല്ലാത്തൊരു ഐറ്റമാണത്. പിന്നെ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡീൽ പ്രൈസിലൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. ഓഡിയോ വൈസ് ജസ്റ്റ് ഞാൻ മൂവിക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് എനിക്ക് വർക്കൗട്ട് ആയില്ല എന്ന് വെച്ചിട്ട് അതൊരു മോശം മൂവി ആവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഞാൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇപ്പം ഒരു അച്ഛൻ റിവെഞ്ചിനായിട്ട് ഇറങ്ങുമ്പോഴേക്കും ഫസ്റ്റ് ആ പയ്യനോട്ടുള്ള കണക്ഷൻ എന്തെങ്കിലും വ്യക്തമായിട്ട് കാണിച്ച് ഒരു ക്യാരക്ടർ എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണം. അപ്പം നമുക്ക് ആ കുട്ടിയോടും ഒരു സ്നേഹം തോന്നണം, അച്ഛൻ ക്യാരക്ടറിനോട് സ്നേഹം. ഇത് അങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഒന്നും തന്നെ ചെയ്യാതെ ഡയറക്റ്റ് റിവെഞ്ചിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പുള്ളി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് മൂവി ഇഷ്ടപ്പെടാതെ പോയത്.
പിന്നെ സൗണ്ട് ട്രാക്കിൻ്റെ കേസ്, സൗണ്ട് ട്രാക്ക് ഒട്ടും എൻഗേജിങ് അല്ലാത്തതും, പിന്നെ ഈ സ്ക്രീൻ പ്ലേ ഇത്ര 1.5 മണിക്കൂർ ഉണ്ടായിട്ടും നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻറ് എന്ന് ചോദിച്ചാൽ ഒരു അരമണിക്കൂർ താഴെ പറഞ്ഞു തീർക്കാവുന്ന കണ്ടൻറ്റേ ഉള്ളൂ. ഇത്രയും കൊണ്ടാണ് എനിക്ക് മൂവി ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു റെക്കമെൻഡബിൾ അല്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ പുതിയൊരു ടൈറ്റിലുമായിട്ട് കാണാം. ബൈ.